ഭാരതം US വ്യാപാര ബന്ധം ചർച്ചകൾ തുടരുകയാണ്. വാണിജ്യമന്ത്രിയും അമേരിക്കൻ പ്രതിനിധി സംഘവുമായി ഓൺലൈൻ മീറ്റിംഗ് നടന്നതായും വാണിജ്യ വകുപ്പ് സെക്രട്ടറി രാജേഷ് അഗർവാൾ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രശ്നപരിഹാരത്തിന് ഭാരതം സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും വാണിജ്യ വകുപ്പ് സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ജിഷ്ണു, നമുക്കറിയാം ഭാരതവും അമേരിക്കയും തമ്മിലുള്ള വിഷയങ്ങൾ, എന്തായാലും വ്യാപാര ബന്ധം അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ചർച്ചകൾ തുടരുകയാണ് എന്നുള്ളതാണ്. പറയൂ ജിഷ്ണു. ഭാരതവും അമേരിക്കയും തമ്മിൽ വ്യാപാര മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ് വാണിജ്യ വകുപ്പ് സെക്രട്ടറി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ US-ന്റെ പ്രത്യേക പ്രതിനിധി സംഘം ന്യൂഡൽഹിയിലെത്തി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം ഭാരതത്തിൻ്റെ വാണിജ്യ വകുപ്പ് മന്ത്രിയുമായി അമേരിക്കയുടെ പ്രതിനിധി സംഘം ഓൺലൈൻ വഴി ചർച്ച നടത്തി എന്നുള്ളതാണ് വാണിജ്യ വകുപ്പ് സെക്രട്ടറി അറിയിച്ചിട്ടുള്ളത്. നേരത്തെ റഷ്യയിൽ നിന്ന് ഭാരതം എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അമേരിക്ക ഭാരതത്തിനെതിരെ ഇത്തരത്തിലൊരു നടപടി ഘടിപ്പിച്ചുകൊണ്ട് തീരുവ വർദ്ധിപ്പിച്ച സംഭവം ഉണ്ടായത്. അതായത് ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് 50% മുകളിൽ തീരുവയായിരുന്നു US ഏർപ്പെടുത്തിയത്. ആ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് ഭാരതം സ്വീകരിച്ചിരുന്നു. അമേരിക്കയുമായി ആ തീരുവ കുറയ്ക്കുന്നതിനുള്ള ചർച്ച തുടരും. അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയ്ക്കപ്പുറത്തേക്ക് ലോക വിപണിയിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇറക്കുമതി വർദ്ധിപ്പിച്ചുകൊണ്ട്, അതായത് ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അതിന് മികച്ച മൂല്യം ഉറപ്പാക്കി മുൻപോട്ട് പോകും എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വാണിജ്യ വകുപ്പ് മന്ത്രിയും എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയത്. അതിന് സമാനമായി വിവിധ ലോക രാജ്യങ്ങളിൽ ഭാരതത്തിൻ്റെ ഇറക്കുമതി വർദ്ധിപ്പിച്ചു. റഷ്യ തന്നെ ഭാരതത്തിൽ നിന്നുള്ള ഇറക്കുമതിയും 2030 ആകുമ്പോഴേക്കും ഇരട്ടിയിലധികമായി വർദ്ധിപ്പിക്കും എന്ന പ്രഖ്യാപനം ഇതിനോടകം തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ട് അമേരിക്കയുടെ തീരുവ വർധനവിനെ വളരെ കൃത്യമായി നേരിട്ടുകൊണ്ട് മറ്റ് ലോകരാജ്യങ്ങളിലെ വിപണിയിലേക്കും ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചുകൊണ്ടും ആ പ്രതിസന്ധിയെ മറികടക്കാൻ ഭാരതത്തിന് സാധിച്ചു. ഒപ്പം ഭാരതത്തിൻ്റെ പ്രഖ്യാപിത നിലപാട് എല്ലാ രാജ്യങ്ങളുമായി സൗഹാർദ്ദപരമായി മുൻപോട്ട് പോവുക, ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി വ്യാപാര മേഖലയിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുകയാണ്. ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ആ പ്രശ്ന പരിഹാരത്തിന് ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നൊരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതുമാണ് വാണിജ്യ വകുപ്പ് സെക്രട്ടറി വ്യക്തമാക്കിയത്. ഭാരതം അമേരിക്ക വ്യാപാര ബന്ധത്തിൽ ചർച്ചകൾ തുടരുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്.